നിങ്ങൾ രണ്ട് കണ്ണുടച്ചിരുന്നിട്ട് ഞാൻ ഈ പറയണതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എന്നത്തെ പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ച് കിടന്നു തുടങ്ങി. സുബിൻ്റെ നേരെ ഇപ്പോൾ ഇപ്പയും ഇമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എണീക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി. പിന്നെ അത് പൊട്ടിക്കരച്ചിലായി. ഉറക്കെ കുറേ അല്ലമുറയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ആരോ പറയണത് കേട്ട് ഓൻ ഇന്നലെ രാത്രി ചോറൊക്കെ കഴിച്ച് നല്ലമോളെ കിടന്നുറങ്ങിയതാണ്, സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നല്ലോ എന്ന്. അപ്പോൾ നമുക്ക് പൂതിയുണ്ട്, എടോ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് 2-3 മൊയ്യാക്കന്മാർ വന്നിട്ട് ചുറ്റുകൂടി തിരുന്നിട്ട് യാസീൻ ഓതാൻ തുടങ്ങി. അറിയണവരൊക്കെ കൂടുണ്ട്, ഒരൊക്കെ യാസീൻ ഓതി ഓർക്കുന്നുണ്ട്. അപ്പോൾ 2-3 ആളുകൾ അപ്പുറത്തിരുന്നിട്ട് ചോദിക്കുകയാണ് മയ്യത്ത് നിസ്കാരത്തിന് സമയം കുറിക്കരുന്നത്. ഇതുവരെ നമ്മളെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാർ പിന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പടയാണ്. പക്ഷെ നമുക്ക് റൂതില്ലല്ലോ, നമ്മുടെ ജസദല്ലേ ഉള്ളൂ. പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾ അറിയുന്നുണ്ട് പൊള്ളും കബറിനുള്ളിൽ